Good morning, all. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കുറച്ചുപേരെ ആയിട്ടുള്ളൂ. ഇനി നമുക്കങ്ങ് കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഗ്രാസ്പ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ എന്താ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ നെറ്റ് ഇഷ്യൂ വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട വന്ന, അതായത് ഒരു ലാസ്റ്റ് പാരഗ്രാഫും കൂടി അതില് അല്ലെ കൺക്ലൂഷൻ വരുത്തേണ്ടതുണ്ട് അല്ലെ. യൂണിയന്റെ ഒരു സ്റ്റാർട്ടിങ്ങില് എൻഡിങ് എത്താനൊരു ചെറിയ പാരഗ്രാഫും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ട്രേഡ് യൂണിയൻ അല്ലെ? നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇൻ കേസ് നമുക്കറിയാം എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടും ട്രേഡ് യൂണിയനുകൾ ഉണ്ട് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. Then, if the community and organization are growing strongly, the role of a trade union is also considered vital. Okay, അപ്പൊ നമുക്കറിയാം അത് സ്ട്രോങ് ആയിട്ട് അല്ലെ നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ട്രേഡ് യൂണിയനും അതനുസരിച്ചിട്ട് വളർച്ച പ്രാപിക്കും അല്ലെ. കാരണം നമുക്കറിയാം സ്ട്രോങ് ആയിട്ട് നിന്ന് പൊരുതിയാൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഇൻ കേസ് അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അവര് ഒറ്റക്കെട്ടായിട്ട് ശക്തി പ്രാപിച്ച് തന്നെ പോരാടേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയല്ലേ? വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങളെയൊന്നും അവര് ശ്രദ്ധിക്കണമെന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവര് പൊരുതേണ്ടതായിട്ട് വരും. There are various types of trade unions. Some trade unions are formed by blue collar workers, then some by white collar employees, and some are formed by employers. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട് അല്ലെ. ഇൻ കേസ് ഫീൽഡ് വർക്കേഴ്സിന് അതിനെ അനുസരിച്ചിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും. ഏറ്റവും കൂടി അല്ലെ നല്ല കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും. നമുക്കറിയാം എംപ്ലോയേഴ്സിനും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ട് എന്നുള്ളത് ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു തലത്തിന് വേണ്ടി മാത്രം അല്ലെ, ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഒരു ട്രേഡ് യൂണിയൻ മാത്രമല്ല ഉണ്ടാവുക, വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അതായത് വർക്കേഴ്സിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് തന്നെ അല്ലെ അവർക്ക് അനുസൃതമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും. കേസ് നമുക്കറിയാം എംപ്ലോയേഴ്സിന്റെ തന്നെ സംഘടനകൾ ഉണ്ടാവും അല്ലെ. എപ്പോഴും എംപ്ലോയേഴ്സ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയേഴ്സും അവരുടെ ഒരു പ്രോഫിറ്റ് എയിം ചെയ്തിട്ട് തന്നെയായിരിക്കും ഏതൊരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഉണ്ടാവില്ലേ? അപ്പൊ ഒരുപാട് എംപ്ലോയീസിന് അല്ലെ അവിടെയുള്ള ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സജഷൻസ് മുന്നിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നേതൃത്വ നിരയിലെ ട്രേഡ് യൂണിയനുകൾ മുന്നിട്ട് വരുമ്പോൾ എന്താണ് എംപ്ലോയേഴ്സിനും കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അവർക്ക് ഗവൺമെന്റിന് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടാവും, പബ്ലിക്കിന്റേതായുള്ള കുറെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അവർക്ക് അതിൻ്റെതായുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ അല്ലെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള എംപ്ലോയേഴ്സിന്റെയും തൊഴിലുടമകളുടെയും യൂണിയനുകൾ ഉണ്ടാവാം. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് സെന്റൻസിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ആ പാരഗ്രാഫ്? ഓക്കെയാണോ? ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ വ്യത്യസ്ത അഭിപ്രായത്തില് ട്രേഡ് യൂണിയനെ നിർവചിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്.
വ്യത്യസ്ത വ്യക്തികൾ അവരുടേതായിട്ടുള്ള രീതികളിൽ ട്രേഡ് യൂണിയനെ വീക്ഷിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ലെസ്റ്റർ, ലെസ്റ്ററിന്റെ അഭിപ്രായത്തിൽ എന്താന്ന് നോക്കാം. എ ട്രേഡ് യൂണിയൻ ഈസ് ആൻ association of employees designed primarily to maintain or improve the condition of employment of its members. Okay, അവിടെ നമുക്കറിയാം അവിടെ ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നത് എന്താണ്, അവിടുത്തെ അംഗങ്ങളുടെ തൊഴില് അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ആ സംഘടനയുടെ അവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് എന്നുവെച്ചാൽ അവിടെയുള്ള തൊഴിലാളികളുടെ അവസ്ഥ. ഇൻ കേസ് നമുക്കറിയാം ഒരു സാധാരണ രീതിയിൽ അവർക്ക് സാലറി ഒക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ കേസ് അതിൽ കൂടുതൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മെച്ചപ്പെട്ട രീതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ലെസ്റ്ററിന്റെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയനെ വീക്ഷിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ലെസ്റ്റർ എ ട്രേഡ് യൂണിയൻ ഈസ് ആൻ അസോസിയേഷൻ, ഒരു സംഘടനയാണ് ഓഫ് എംപ്ലോയീസ് ഡിസൈൻഡ് primarily to maintain or improve the condition of employment of its members. അതായത് ആ തൊഴിലിടത്തിലെ എംപ്ലോയീസിന്റെ കണ്ടീഷൻ അവിടുത്തെ അവസ്ഥകളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓരോരുത്തരുടെയും അഭിപ്രായം എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ രണ്ട് മൂന്ന് ഡെഫിനിഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു ഡെഫിനിഷൻ ആരാണ് ഡിഫൈൻ ചെയ്തത്, ആരുടെ കൺസെപ്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ കാണാം. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക. എ ട്രേഡ് യൂണിയൻ ഈസ് ആൻ അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ് ഡിസൈൻഡ് primarily to maintain or improve the condition of employment of its members. അവിടെയുള്ള മെമ്പേഴ്സിന്റെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ. ഓക്കെ അല്ലേ? ലെസ്റ്ററിന്റെ അഭിപ്രായം ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് വ്യക്തിയുടെ അഭിപ്രായത്തിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്? എ ട്രേഡ് യൂണിയൻ ഈസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദെയർ കളക്റ്റീവ് ആക്ടിവിറ്റീസ് ടു ദെയർ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ടു കീപ് ദം സെക്യൂർഡ് ആൻഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ഇറ്റ്. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എന്താണ് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എംപ്ലോയീസിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. അത് മാത്രമല്ല അവരുടെ സുരക്ഷിതമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തില് ആ എംപ്ലോയീസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ അത് കൃത്യമായിട്ട് അത് ക്ഷേമ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളിലേക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സംഘടനയെയാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. നോക്കാം. ട്രേഡ് യൂണിയൻ ഈസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ തൊഴിലാളികളുടെ സംഘടനയാണ് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദെയർ കളക്റ്റീവ് ആക്ടിവിറ്റീസ് ടു ദ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഇൻ അവിടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് അതിൽ പറയുന്നത്? സാമൂഹികവും സാമ്പത്തികവും അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അവരുടെ താല്പര്യങ്ങൾ അത് മാത്രമല്ല അവരുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അത് കളക്റ്റീവായിട്ട് നമ്മൾ എന്താണ് ചോദിച്ച് അത് ചോദിച്ച് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലിപ്പോയുടെ അഭിപ്രായത്തിൽ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്. ഇൻ കേസ് അവിടുത്തെ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമല്ല അവിടെ എടുത്തെടുത്ത് എന്താണ് സോഷ്യൽ എക്കണോമിക് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നേടിയെടുക്കാനായിട്ട് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംഘടന അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. ആരുടെ അഭിപ്രായത്തില്? ഫ്ലിപ്പോയുടെ അഭിപ്രായത്തില് ട്രേഡ് യൂണിയനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അടുത്ത ആളുടെ വിഷയത്തിൽ നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു വെബ്ബസ് എന്താണ്? അക്കോർഡിംഗ് ടു വെബ്ബസിന്റെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയൻ ഈസ് എ കണ്ടിന്യൂസ് അസോസിയേഷൻ ഓഫ്
wage earns for the purpose of maintaining and improving the conditions of their working lives. ഓക്കെ, നമുക്കറിയാം അവിടെ ഏതൊരു ജീവനക്കാരും അവിടെ അല്ലെ അവിടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമുക്കറിയാം ജോലി ചെയ്യുന്ന അനുസരിച്ചിട്ട് അവർക്ക് വേജസ് കിട്ടുന്നുണ്ട് അല്ലെ, കൂലി അർഹമായ കൂലി കിട്ടുന്നുണ്ട്. അതിനെന്തെങ്കിലും അല്ലെ നമുക്കറിയാം തങ്ങളുടെ തൊഴിൽപരമായ സാഹചര്യത്തിൽ നിന്നും അല്ലെ അത് നിലനിർത്തുന്നതിനും അത് മാത്രമല്ല ജീവനക്കാരുടെ തുടർച്ചയായി ഇൻ കേസ് അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. A trade union is a continuous association of wage earners for the purpose of maintaining and improving the condition of their working lives. എന്ന് വെച്ചാൽ നമ്മുടെ ആ തൊഴിലിടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അത് നിലനിർത്തി പോകാൻ ഇൻ കേസ് കിട്ടുന്ന സാലറി അല്ലെ അത് ഇച്ചിരി കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. A trade union is a continuous association of wage earners for the purpose of maintaining and improving the condition of their working lives. ഓക്കെ, അപ്പൊ 3 പേരുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. മെയിൻലി നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെ ഒരു യൂണിയൻ എന്ന് പറയുന്നത് അത് എന്തിന്റെ പേരിലാണോ ആ യൂണിയൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവര് ആ യൂണിയനുമായി ബന്ധപ്പെട്ട് അതല്ലേ അല്ലെ അവിടെ മാനേജ്മെന്റിൽ നിന്ന് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നു അല്ലെ. മെയിനായിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രേഡ് യൂണിയൻ അതിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത വ്യക്തികൾ അവരുടേതായ വീക്ഷണത്തിലാണ് ഇതിനെ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ാണോ? ആരും പുതിയതായിട്ടൊന്നും കയറിയിട്ടില്ല, നിലവിലുള്ളവർ മാത്രമേ ഉള്ളൂ. വളരെ എല്ലാ നിലയിലൊന്നാവുന്നവരെ കയറിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് 2 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതായത് നമുക്കറിയാം വ്യത്യസ്ത ട്രേഡ് യൂണിയനുകൾ ഫോം ചെയ്യാം അല്ലെ. വ്യത്യസ്ത രീതിയിലുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ട്രേഡ് യൂണിയനുകൾ ഫോം ചെയ്യാവുന്നതാണ്. അത് വ്യത്യസ്ത വ്യക്തികളുടെ അഭിപ്രായത്തിലാണ് അല്ലെ അവരുടെ വീക്ഷണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്, ആറ്റിറ്റ്യൂഡാണ് അവരുടെ മനോഭാവത്തിൽ വരുന്നത്. ഒരു കൂട്ടരാണെങ്കിൽ അവിടെ എന്താണ് അവരുടെ കണ്ടീഷൻ അല്ലെ എംപ്ലോയ്മെന്റ് കണ്ടീഷനെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ മറ്റൊരു കൂട്ടർ ഓരോ തലത്തിലുമുള്ള ആവശ്യങ്ങൾ അല്ലെ അത് ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും എന്താണ് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിട്ടുള്ള പ്രോഗ്രാം അല്ലെ ഒരു സംഘടനയാണെന്ന നിർവചനത്തിലൂടെയാണ് അക്കോർഡിംഗ് ടു ബെർഗ്സ് അവിടെ ഡിക്ലെയർ ചെയ്തത് അല്ലെ ട്രേഡ് യൂണിയനെ വിഭജിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. ാണോ? ാണോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ട്രേഡ് യൂണിയനിന്റെ സവിശേഷതകളാണ്. വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആർ കാറ്റഗറൈസ്ഡ് ബിലോ. ഫസ്റ്റ് വൺ പറയുന്നത് എന്തൊക്കെ സവിശേഷതകളാണ്. അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ. എന്താണ് വോളണ്ടറി നേച്ചർ എന്ന് പറയുന്നത്? സ്വമേധയായുള്ള അല്ലെ ഒരു സന്നദ്ധ സംഘടനയാണ് അല്ലെ. വോളണ്ടറി ആയിട്ട് മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ട്രേഡ് യൂണിയൻസ് ഈസ് ഓൺ their own will are not forced. അവിടെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതൊരു സന്നദ്ധ സംഘടനയാണ്. നമുക്കറിയാം ഒരുപാട് പേര് കമ്പല് ചെയ്തിട്ട് അല്ലെ അതിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് കമ്പല് ചെയ്തിട്ടല്ല മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഏത് ട്രേഡ് യൂണിയനിലും അവിടെയുള്ള ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ ഏതൊക്കെ ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവോ അവിടെയുള്ള എംപ്ലോയീസിന് ഏത് ട്രേഡ് യൂണിയനിൽ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം അല്ലെ. അത് സ്വമേധയാ എടുക്കുന്ന ഒരു കാര്യമാണ്. All the volunteer
employees join the union to work together in the direction of achieving their common objectives. നമുക്കറിയാം സ്വമേധയായുള്ള ഈ ഒരു സംഘടന അല്ലെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? അവര് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെ, അവരുടെ മൊത്തത്തിലുള്ള നേട്ടങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. Such associations have numerous workers from different occupations. നമുക്കറിയാം അങ്ങനെയുള്ള യൂണിയനിലെ വ്യത്യസ്ത തരത്തിലുള്ള വർക്കേഴ്സുകൾ, ഡിഫറെന്റ് ഓക്യുപ്പേഷൻ, വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലുകളിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള വർക്കേഴ്സ് ഒക്കെ അതിലെ മെമ്പർഷിപ്പ് ആയിട്ടുണ്ടാവും. നമുക്കറിയാം ഇതൊരു സന്നദ്ധ സംഘടനയാണ് അല്ലെ. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് തന്നെ ഇന്നൊരു സ്ഥാപിച്ച് അവിടെ മെമ്പേഴ്സ് മസ്റ്റ് ആയിട്ടും ആവണമെന്നുള്ള ഒരു കമ്പൽഷനേ ഇല്ല. ഉണ്ടാവോ അങ്ങനെ? നിങ്ങൾ അതിലെ മെമ്പർ ആയിരിക്കണം എന്നൊന്നും അവിടുത്തെ എംപ്ലോയർ, തൊഴിലുടമ മസ്റ്റ് ആയിട്ട് നിർദ്ദേശിച്ചിരിക്കുവോ? ഇല്ല അല്ലെ. അത് നമുക്ക് ഇഷ്ടമുള്ള അതില് ഇൻ കേസ് ഓർഗനൈസേഷനിലെ എംപ്ലോയിക്ക്, തൊഴിലാളികൾക്ക് ഏത് ട്രേഡ് യൂണിയനിൽ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. നമുക്കറിയാം ട്രേഡ് യൂണിയനുകൾ മൊത്തമായിട്ട് അല്ലെ അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് മാത്രമല്ല വ്യത്യസ്ത അല്ലെ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വർക്കേഴ്സ് എല്ലാം ഈ ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കോമൺ ഇൻട്രസ്റ്റ്. ഓക്കെ, നമ്മളപ്പോ കണ്ടു സന്നദ്ധ സംഘടനയാണെന്ന് കണ്ടു. എന്താണ്? കോമൺ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. അവിടെ എല്ലാവർക്കും മൊത്തത്തില് നമുക്കറിയാം ഒരു പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുന്നത്. Common problems and interest of the workers is the primary motivation factor and also the reason behind their unity. ഓക്കെ, നമുക്കറിയാം എപ്പോഴും അല്ലെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്നാണ് പ്രവർത്തിക്കുക അല്ലെ. അംഗങ്ങൾ അവിടെ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാവരും ഒന്നിച്ചു നിന്നാണ് പ്രവർത്തിച്ച് അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ പ്രേരക ഘടകമായിട്ട് അവിടെ നേതാക്കൾ ഉണ്ടാവില്ലേ? മോട്ടിവേഷൻ ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ടാവും. അതായത് പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്. അതിനെ പിന്തുണച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നിട്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കും. And so the trade union, they try to maintain sound relations with the management of the company. അപ്പോൾ നമുക്കറിയാം ഒറ്റയ്ക്ക് നിന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? അപ്പോ ഒരു വർക്കർ അല്ലെ, ഒരു വലിയ സ്ഥാപനത്തിൽ ഒരു വർക്കർ ചെന്നിട്ട് തൊഴിലുടമയോട് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ഇത് ശരിയാക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഒറ്റയ്ക്ക് പോയി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് 1-2 പേര് ഒന്നിച്ച് നിന്ന് പോയി കഴിഞ്ഞ് പറഞ്ഞാലും ചിലപ്പോ ശ്രദ്ധിക്കണമെന്നില്ല. അതേസമയം നമുക്കറിയാം ഒരു യൂണിയന്റെ അണ്ടറിൽ വരുത്തിയിട്ട് അല്ലെ, അത് യൂണിയൻ നേതാക്കളോടൊപ്പം നിന്ന് ചെന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് നിർദ്ദേശിക്കേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് ട്രേഡ് യൂണിയൻ they try to maintain sound relation with the management of the company. അങ്ങനെ അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ട് അവരെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. Common problems and the interest of the workers is the primary motivation factors and also the reason behind their unity. നമുക്കറിയാം പ്രോബ്ലംസുകൾ എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അത് യൂണിറ്റി ആയിട്ട് അല്ലെ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ പ്രോബ്ലം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ അവിടെ മാനേജ്മെന്റ് ആയിട്ട് ആ യൂണിയൻ നല്ലൊരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോമൺ ഇൻട്രസ്റ്റ് അല്ലെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവിടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. എന്താണ് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്? നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പോസ്റ്റിലുള്ള ജോലി ആയിരിക്കില്ല അല്ലെ, വ്യത്യസ്തം ഉണ്ടാവില്ലേ? അതായത് ടോപ്പ് ലെവലായിട്ടുള്ള ജീവനക്കാരും ഉണ്ടാവും, അവരുടെ കീഴിൽ അടുത്തൊരു തലത്തിലുള്ള ജീവനക്കാരുണ്ടാവും, കീഴുദ്യോഗസ്ഥരുണ്ടാവും അല്ലെ, സബോർഡിനേറ്റ് ഉണ്ടാവും, അവരുടെ മേലുദ്യോഗസ്ഥരുണ്ടാവും, ടോപ്പ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടാവും അല്ലെ. അങ്ങനെയായിരിക്കും ഏതൊരു ഓർഗനൈസേഷനിലും വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തില് മേലുദ്യോഗസ്ഥരുടെ ഇടയിലൊക്കെ നല്ലൊരു ഐക്യം അത് ഒന്നിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. നോക്കാം. The trade unions are setups in which employees or workers of the
companies join together voluntarily. അതായത് സ്വമേധയ സ്വതന്ത്രമായിട്ട് തന്നെ എല്ലാവരായിട്ടും അല്ലെ ആ ഒരു കമ്പനിയിലുള്ള അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ തരത്തിലുള്ള ജീവനക്കാരുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. They elect their leader on their own and thus the real strength of the leaders lie in the workers. Okay, നമുക്കറിയാം ഒരു യൂണിയൻ ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് നേതാക്കൾ ഉണ്ടാവും അല്ലേ, നേതാക്കൾ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോ യഥാർത്ഥത്തില് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവര് അല്ലെ ആ ഒരു ലീഡറിന് വേണ്ടിയിട്ട് എത്രത്തോളം പേരുണ്ടോ അവര് എലക്ട് ചെയ്ത് അല്ലെ എത്രത്തോളം പേരുണ്ടോ അവരായിരിക്കും അവരുടെ ആ ഒരു ലീഡേഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഹൗവർ ജസ്റ്റ് ദ വർക്കേഴ്സ്, ദിസ് ഈസ് ഹൗവർ ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ പോപ്പുലർ പ്രാക്ടീസ് ഇൻ വേരിയസ് ഓർഗനൈസേഷൻസ് ആസ് ഇൻ കേസ് ഓഫ് എ യൂണിയൻ. ദ അതോറിറ്റി ഫ്ലോസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ഇവിടെ നമുക്കറിയാം അധികാരം എന്ന് പറയുന്നത് താഴെ നിന്ന് മേലോട്ടാണ് അല്ലെ. താഴെ നമുക്കറിയാം ഏറ്റവും താഴെ നിന്ന് മേലോട്ട് തന്നെയാണ് എന്താണ് റെസ്പെക്ട് ചെയ്ത് നമ്മൾ അവിടെ ജീവനക്കാര് വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അധികാരം എന്ന് പറയുന്നത് അല്ലെ എപ്പോഴും നമുക്കറിയാം ഒരേ ഫ്ലോയിൽ തന്നെയാണ് പോകുന്നത്. മേലധികാരികളെ റെസ്പെക്ട് ചെയ്ത് പോകണം അല്ലെ. അവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, എല്ലാം വിവിധ സംഘടനയിലെ അംഗങ്ങളായിരിക്കും എങ്കിൽ കൂടി അവര് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് യൂണിയന്റെ നേതൃത്വത്തിൽ ഒന്നിച്ച് തന്നെ പ്രവർത്തിച്ച് അവിടെയുള്ള മാനേജ്മെന്റിൽ നിന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കും അല്ലെ. They elect their leader on their own and thus the real strength of the leaders lie in the workers. Then this is how just the workers അല്ലെ. അവിടെ എന്താണ് എല്ലാവരും ജനപ്രതിനിധിയുടെ അല്ലെ അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് അവിടെ വർദ്ധിക്കുന്നത്. Then this is however just the opposite of the popular practice in various organization. In case നമുക്കറിയാം രണ്ട് യൂണിയനുകൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും, ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇരുകൂട്ടരും അവരുടേതായിട്ടുള്ള കുറെ ആശയങ്ങളും പങ്കുവെച്ചുകൊണ്ട് ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. ഇരുകൂട്ടരും എന്താണ് നമുക്കറിയാം മാനേജ്മെന്റിൽ നിന്ന് അവര് നേട്ടങ്ങൾ നേടിയെടുക്കുക അല്ലെ. അവരുടേതായിട്ടുള്ള എംപ്ലോയീസിന് സുരക്ഷ അല്ലെങ്കിൽ എംപ്ലോയീസിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത്. പക്ഷെ ഇരുകൂട്ടരും എന്താണ് ആ റെസ്പെക്ട് അല്ലെ ഒരു തലത്തിൽ നിന്ന് കീഴുദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മേലുദ്യോഗസ്ഥ തലത്തിലേക്കുള്ള ആ ഒരു അതോറിറ്റി അത് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോ അവിടെ ഒരു അതോറിറ്റി കീഴ്വഴക്കത്തോട് കൂടിയിട്ടാണ് യൂണിയനും പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം, മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്. എന്താണ് മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ് എന്ന് പറയുന്നത്? അതായത് വിഭവങ്ങൾ അല്ലെ അത് ശക്തിപ്പെടുത്തുന്നു. നമുക്ക് ഒന്നിച്ചു നിന്ന് പോകേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അല്ലെ. enables the workers to tackle the challenges posed by the top management of the company which has the great resources at its command. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികളെ അല്ലെ അവിടെ വെല്ലുവിളികൾ നേരിടാനായിട്ട് പ്രാപ്തരാക്കണം അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വെല്ലുവിളിയിൽ നിറഞ്ഞ കാലഘട്ടമാണ് അല്ലെ. അപ്പൊ എല്ലാ തൊഴിലാളികളെയും എന്താണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാനായിട്ട് പ്രാപ്തരാക്കണം അല്ലെ. എന്താണ് പറയുന്നത്, ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി വിച്ച് ഹാസ് ഗ്രേറ്റ് റിസോഴ്സസ് അറ്റ് ഇറ്റ്സ് കമാൻഡ്. നമുക്കറിയാം ഈ വെല്ലുവിളികൾ ഇങ്ങനെ പ്രാപ്തരാക്കണമെങ്കിൽ അവർക്ക് ആ റിസോഴ്സസ് അല്ലെ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിൽ അവരുടെ കമാൻഡിങ് പവറോട് കൂടിയിട്ട് അത് എല്ലായിടത്തേക്കും വ്യാപിച്ചു കൊടുക്കണം അല്ലെ. അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കറിയാം ഈ വെല്ലുവിളികളെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും അംഗീകരിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലെ. The activity of members of the union which are collective in the nature help them to establish equality with the management of the company. നമുക്കറിയാം എല്ലാവരും എന്താണ് തുല്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. ഏതൊരു ഓഫീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും തുല്യമായിട്ട് ഞങ്ങൾക്കെല്ലാം അല്ലെ കൈകാര്യം ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും യൂണിയൻ നേതാക്കളാണ് ഈ ഒരു തുല്യതയൊക്കെ ഉറപ്പാക്കുന്നത്. നമുക്കറിയാം എല്ലാ വ്യക്തികളും വെല്ലുവിളികളെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും ടോപ്പ് മാനേജ്മെന്റിൽ മാത്രം അല്ലെ അവർക്ക് മാത്രമല്ല ആ ഒരു കമാൻഡിങ് പവറോട്, അത് എല്ലാവരും തന്നെ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അത് കൃത്യമായിട്ട് നിർവഹിച്ച് തന്നെയാണ് ബുദ്ധിമുട്ടി തന്നെയാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി ആവശ്യമാണ് അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും ഈ ഇക്വാലിറ്റി നടപ്പാക്കുന്നത് എന്താണ്, ചിലപ്പോഴെങ്കിലും ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും ഈക്വാലിറ്റികളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് വിച്ച് ആർ കളക്റ്റീവ് ഇൻ നേച്ചർ ഹെൽപ്പ് ദം ടു എസ്റ്റാബ്ലിഷ് ഈക്വാലിറ്റി വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഇപ്പൊ യൂണിയന്റെ നേതൃത്വത്തിലാണ് അല്ലെ അവർക്ക് ഈക്വാലിറ്റി ഒക്കെ നേടിയെടുക്കാനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. Then it greatly helps in bargaining with the management of the company on the matters relating to the employees. അപ്പൊ നമുക്കറിയാം ഈ ഒരു ബാർഗെയിനിങ് നടത്താനായിട്ട് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒറ്റയ്ക്ക് പോയി ഒരു ബാർഗെയിനിങ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ അവര് ഉൾക്കൊള്ളണമെന്നില്ല അല്ലെ, ശരിയല്ലേ? ഇല്ലേ? അപ്പൊ ജീവനക്കാർക്ക് അല്ലെ, ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് അല്ലെ, കമ്പനിയിലെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അത് വിലപേശി കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ടും ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും. അപ്പോ മാക്സിമം പവർ വിത്ത് റിസോഴ്സസ്, അവിടെ എന്താണ്, അവിടെ ഒരു ഇക്വാലിറ്റി ഫോം ചെയ്യാനായിട്ട് അല്ലെ, ആ ഒരു റിസോഴ്സസ് അവിടെ ആ ഒരു വിഭവശേഷി അത് മാച്ച് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പ്രവർത്തിക്കുന്നത് ആര് തന്നെയാണ്, യൂണിയൻ ആണ് മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്. The next works as an intermediary between the employees and the employer. നേരത്തെ പറഞ്ഞ ഒരു ഇന്റർമീഡിയേറ്ററി അല്ലെ, ഇന്റർമീഡിയറി എന്ന് പറയുന്നത് എന്താണ്, ഒരു മധ്യസ്ഥം അല്ലെ, ഒരു മധ്യസ്ഥനായിട്ടാണ് അവിടെ ആര് നമ്മുടെ യൂണിയൻ നേതാക്കൾ പ്രവർത്തിക്കുന്നത്. നോക്കാം, ട്രേഡ് യൂണിയൻസ് ഓൾസോ പ്ലേ ദ റോൾ ഓഫ് മീഡിയേറ്റർ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. നമുക്കറിയാം പൊതുവെ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് എല്ലായ്പ്പോഴും അല്ലെ എംപ്ലോയീസ് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവർ ഉദ്ദേശിക്കുന്ന സാലറി അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അവരുടെ ടൈം അവേഴ്സ് അങ്ങനെ പല കാര്യങ്ങളും അത് ഒന്നിച്ചു നിന്ന് യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് മീഡിയേറ്റർ ആയിട്ടാണ് മെമ്പർഷിപ്പ് അതിലേക്ക് എടുക്കുന്നത് തന്നെ. അപ്പൊ നോക്കുക, ഓൾദോ ദ ബേസിക് റോൾ ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ഇസ് ദ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ്. It is also works as a means to clarify and sort of a confusion or a tension between the workers and the management. അതായത് നമുക്കറിയാം അല്ലെ, അവിടെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും വർക്കേഴ്സിന്റെ ആഗ്രഹങ്ങൾ അല്ലെ അത് സംരക്ഷിക്കുക, അതാണ് പ്രധാനമായിട്ട് ട്രേഡ് യൂണിയന്റെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് വർക്കേഴ്സ് ശ്രമിക്കുന്നത് അല്ലെ. ആണോ? വർക്കേഴ്സ് വെറുതെ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നതാണോ? ഇല്ല അല്ലെ, അവര് ഉദ്ദേശിക്കുന്ന സാലറി അല്ലെ, ഒരു മെമ്പർഷിപ്പ് എടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവർ പറയുന്നത് ടു ക്ലാരിഫൈ എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻ ഓർ ടെൻഷൻ ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റിനോട് നേരിട്ട് ഇടപെടുക്കി അവർക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ മെമ്പർഷിപ്പ് അല്ലെ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട പിരിമുറുക്കങ്ങളും ടെൻഷനുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ആരുടെ മധ്യസ്ഥത്തില്? ട്രേഡ് യൂണിയന്റെ മധ്യസ്ഥത്തില് അത്തരത്തിലുള്ള പ്രോബ്ലംസുകളൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ട്രേഡ് യൂണിയൻ ഈസ് the process of a decision making, as the management can just consult the trade unions and does not need to discuss with every employee before arriving at a decision. കേസിൽ നമുക്കറിയാം മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെ അല്ലെ അവിടെ ഉള്ള എംപ്ലോയീസിന്റെ ഒക്കെ ഇൻട്രസ്റ്റുകൾ കൃത്യമായിട്ട് തന്നെ ട്രേഡ് യൂണിയന് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് മാനേജ്മെന്റ് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓരോ എംപ്ലോയിയുടെയും ആഗ്രഹങ്ങൾ എന്താണെന്നും ചർച്ച ചെയ്ത് നോക്കേണ്ട ആവശ്യകതയില്ല അല്ലെ. ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നു അല്ലെ. നമുക്കറിയാം ട്രേഡ് യൂണിയനിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾ ഇൻ കേസ് അവിടെയുള്ള എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും അല്ലെ. അങ്ങനെയുള്ള ഒരു വിശ്വസ്താപൂർവമാണ് അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ എളുപ്പത്തിൽ അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഡിസിഷൻ എടുക്കുമ്പോൾ ഓരോ എംപ്ലോയിന്റെയും ഇൻട്രസ്റ്റുകളൊന്നും ചോദിച്ചറിയേണ്ട, അവിടെ ഒരു ലീഡർഷിപ്പ് ആയിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാവും അല്ലെ. അപ്പൊ യൂണിയന്റെയും കൂടി സാന്നിധ്യത്തിൽ തന്നെ എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ദ ഇൻഫോർമേഷൻ ഈസ് ദെൻ disseminated among the employee from the end of the trade union. അപ്പൊ നമുക്കറിയാം ഈ ഇൻഫോർമേഷൻസ് അല്ലെ കൃത്യമായിട്ട് അല്ലെ അവിടെ കൃത്യമായിട്ട് എപ്പോഴും അല്ലെ അവർക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും യൂണിയൻ നേതാക്കള് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഇന്ന തീരുമാനങ്ങളാണ് അവിടെ കൃത്യമായിട്ട് വരുന്നത്.
അപ്പൊ ആ ഡിസ്കഷന്റെ ഒക്കെ തീരുമാനങ്ങൾ കൃത്യമായിട്ട് തന്നെ അവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കാനായിട്ട് എളുപ്പത്തിൽ തന്നെ പ്രചരിപ്പിച്ചു കൊടുക്കുക. അതാണ് disseminated among the employees from the head of the trade union. ട്രേഡ് യൂണിയന്റെ അല്ലെ ആ ഒരു യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പ്രചരിപ്പിച്ചു കൊടുക്കും. Then it is also needed to carry out the task of persuading the employees positively regarding the decision taken by the management with the consent of the trade union. Okay, അപ്പൊ നമുക്കറിയാം ഇവരെ നേരിട്ട് ഒരു അല്ലെ പ്രോബ്ലം സംഭവിക്കുന്നില്ല. അവിടെയുള്ള എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ അല്ലെ നേരിട്ട് ഒരു കഷ്ടപ്പിച്ച വരുന്നില്ല. ഉണ്ടാവോ? കാരണം യൂണിയന്റെ അല്ലെ യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള ഡിസിഷൻ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ബന്ധത്തിന് വിള്ളല് സംഭവിക്കുന്നില്ല അല്ലെ. അവിടെയുള്ള എംപ്ലോയേഴ്സിന്റെ ബന്ധത്തിന് വലിയ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കുന്നില്ല. യൂണിയന്റെ സാന്നിധ്യത്തിലാണ് ഡിസിഷൻ മേക്കിങ്ങുകളൊക്കെ വരുന്നത്. അപ്പൊ എന്താണ് എംപ്ലോയേഴ്സും എംപ്ലോയിയുടെ ബന്ധം നല്ല രീതിയിലാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ, റിലേഷൻഷിപ്പില് എടുത്ത് പഠിച്ചതാണ്, അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ യൂണിയന്റെ നേതൃത്വത്തിലാവുമ്പോൾ എംപ്ലോയീസിനും ഗുണമാണ്, അതേമാതിരി തന്നെ എംപ്ലോയറിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ടു ക്യാരി ഔട്ട് ദ ടാസ്ക് ഓഫ് persuading employees positively regarding the decision taken by the management. മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അല്ലെ ഒരു പോസിറ്റീവ് വീക്ഷണത്തോട് കൂടിയിട്ട് അത് അല്ലെ ആ ഒരു പ്രേരക ഘടകമായിട്ട് തന്നെ അത് അവർക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവിടെ എന്താണ് അവിടെ ഒരു ട്രേഡ് യൂണിയന്റെ സമ്മതമുണ്ട് എങ്കിൽ അല്ലേ. കാരണം ഡിസിഷൻ എടുക്കുമ്പോൾ ട്രേഡ് യൂണിയന്റെ ഒരു സമ്മതം അവിടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പില് എംപ്ലോയർ റിലേഷൻഷിപ്പില് ഒരു വിള്ളല് സംഭവിക്കുന്നുമില്ല. അതേസമയം തീരുമാനങ്ങളൊക്കെ വലിയ പ്രോബ്ലം ഇല്ലാതെ എടുത്തു പോകാനായിട്ടും സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ ഈ പോയിന്റ്? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ, വലിയൊരു പോയിന്റ് ആണ്. ക്ലിയർ ആണോ? ഇനി നമുക്കൊരു ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നോക്കാം. എന്താണ് ആക്ട് ആസ് എ സബ്സിസ്റ്റർ. ഓക്കെ, ഇപ്പൊ കയറിയവരൊന്ന് ഒന്ന് രണ്ടുപേര് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ, 6th പോയിന്റ് എന്ന് പറയുന്നത് ആക്ട് ആസ് എ സബ്സിസ്റ്റം. ഓക്കെ, നമ്മുടെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു സബ്സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നു. ദ ട്രേഡ് യൂണിയൻ. ഓക്കെ, ട്രേഡ് യൂണിയൻ ഒരു സബ്സിസ്റ്റം ആയിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം. ദ റോൾ ഓഫ് ട്രേഡ് യൂണിയൻ ഹാസ് ഡ്രോൺ ഇൻ ഇമ്പോർട്ടൻസ് ദാറ്റ് ദേ ആർ നൗ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. അല്ലെ, ഒരു സാമൂഹിക വ്യവസ്ഥാപികമായ സ്ഥാപനം അല്ലെ ഒരു
അസോസിയേഷൻ ആയിട്ടാണ് അല്ലെ, ഒരു പ്രത്യേകമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ട്രേഡ് യൂണിയന്റെ റോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും അവിടെ സാമൂഹിക വശങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. Changes in the social, economic, political and legal environment of the country greatly impacts the nature of such a system. അല്ലെ, നമുക്കറിയാം ഈ ട്രേഡ് യൂണിയന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ സ്വഭാവം അല്ലെ, അത് വേരിയേഷൻ വരുന്നുണ്ട്. എന്തൊക്കെ രീതിയിലാണ് അവിടെ വേരിയേഷൻസ് വരുന്നത്? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, നിയമപരമായിട്ടുള്ള അല്ലെ ആ ഒരു ചുറ്റുപാടിന്റെ വ്യവസ്ഥയിൽ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു നേച്ചർ അല്ലെ അതിന്റെ ആ ഒരു സ്വഭാവത്തിന് വേരിയേഷൻസ് വരുന്നു. നമുക്കറിയാം ഓരോ ടൈമിൽ ഓരോ തൊഴിൽ യൂണിയൻ നേതാക്കളൊക്കെ മുന്നിട്ട് വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ടും അല്ലെ അത് പല രീതിയിൽ ലീഗലി തന്നെ അവർക്ക് ഇമ്പോർട്ടൻസ് ഉള്ളവരൊക്കെയാണ് യൂണിയൻ നേതാക്കളാക്കുന്നത്. കാരണം ആ ഒരു സ്വാധീനം അവർക്ക് കിട്ടാൻ വേണ്ടി അല്ലെ എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ അല്ലെങ്കിൽ എംപ്ലോയർ മാനേജ്മെന്റ് തലത്തിലൊക്കെ അവർക്ക് സ്വാധീനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തലത്തിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ യൂണിയൻ നേതാക്കൾക്കും അല്ലെ എല്ലാത്തിനും മാറ്റങ്ങൾ വരുന്നത്. Thus, we can say the trade unions work in a socio-economic system as one unit in order to protect and promote the interest of all the members of employees. Okay, നമുക്കറിയാം എപ്പോഴും ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നത് എന്താണ്? അവിടെയുള്ള അല്ലെ അതിൽ മെമ്പർഷിപ്പ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ അല്ലെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാന കാര്യമുണ്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അവിടെ നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അവിടെ ആ നേച്ചർ അല്ലെ ആ ഒരു സ്വഭാവ രീതി അനുസരിച്ചിട്ട് ഇൻ കേസ് പൊളിറ്റിക്കൽ കണ്ടീഷനോ സോഷ്യൽ കണ്ടീഷനോ അല്ലെ എല്ലാനും ഭേദഗതി വരുത്തുന്നതോടൊപ്പം തന്നെ അവിടെ ആ ഒരു സിസ്റ്റത്തിന് മാറ്റം വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ ആസ് എ വൺ യൂണിറ്റ് സോഷ്യോ എക്കണോമിക് സിസ്റ്റം ആസ് എ വൺ യൂണിറ്റ് എന്ന് വെച്ചാൽ അവിടെ ഒറ്റക്കെട്ടായിട്ടാണ് യൂണിയൻ നേതാക്കളും അവരുടെ അല്ലെ പിൻഗാമികളും ഒന്നിച്ച് നിന്നാണ് പ്രവർത്തിച്ച് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടത്തി അവര് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത്. അപ്പൊ ഒരു സബ്സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇമ്പാക്ട് ദ നേച്ചർ അല്ലെ, അവിടെ സ്വാധീനിക്കുന്നുണ്ട് എന്ത് അവിടുത്തെ ആ ഒരു സാമൂഹിക പശ്ചാത്തലങ്ങൾ അല്ലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ആ ഒരു ട്രേഡ് യൂണിയനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒറ്റയാണ് അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. Okay, ഞാൻ റീഡിങ് ചെയ്തോട്ടെ. റീസൺസ് ഫോർ എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ. ഇനി നമ്മള് നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു സവിശേഷതകളെല്ലാം മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയനുകളിലെ എംപ്ലോയീസ് എന്തുകൊണ്ടാണ് അല്ലെ അവിടെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള കാരണം അല്ലെ റീസൺസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ട്രേഡ് യൂണിയനിൽ മെമ്പേഴ്സ് ആവുന്നത് നോക്കാം. ഫസ്റ്റ് നോക്കാം, എംപ്ലോയീസ് ജോയിൻ ട്രേഡ് യൂണിയൻസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. കാരണങ്ങൾ താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് റീസൺ ഇൻക്രീസ് ദ ബാർഗെയിനിങ് പവർ. ബാർഗെയിനിങ് പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിലപേശി അല്ലെ അവിടെ ചോദിച്ചു വാങ്ങാനുള്ള ഒരു ശക്തി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട് that an individual employee has a very little power of negotiation in a comparison to his employers. ഓക്കെ, നമുക്കറിയാം അവിടെ എംപ്ലോയറുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് അല്ലെ ബാർഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് അല്ലെ, യഥാർത്ഥത്തില് നല്ല നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. And if an employee is dissatisfied with the terms and conditions of the job, which means salary and working hours, he may leave the job. Okay, നമുക്കറിയാം. അതേസമയം അതേപോലെ തന്നെ അവിടെ നമുക്കറിയാം ഓരോ എംപ്ലോയിക്കും അവിടെ വർക്കിംഗ് കണ്ടീഷനുകൾ അല്ലെങ്കിൽ ഇൻ കേസ് അവരുടെ സാലറിയിലോ അല്ലെങ്കിൽ അവരുടെ അവേഴ്സിലോ അല്ലെ നിശ്ചിതമായിട്ടുള്ള സമയക്രമത്തിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന അവേഴ്സിലോ
മറ്റേതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് എന്താണ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് താനും അല്ലെ, സംതൃപ്തമായിട്ടല്ല അവിടെയുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒറ്റയ്ക്ക് അവർക്ക് എംപ്ലോയറിനെ അല്ലെ തൊഴിലുടമയെ നേരിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ചോദിച്ച് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവറും ഇല്ല. അതേസമയം അവര് ഡിസാറ്റിസ്ഫൈഡുമാണ് അല്ലെ, അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ അവർ ഡിസാറ്റിസ്ഫൈഡുമാണ്. But practically it is not possible for an employee to switch job repeatedly due to dissatisfaction with the company. നമുക്കറിയാം പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ ജോലി ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം അത് നേടിയെടുക്കാൻ വേണം അല്ലെ. Such a situation may cause financial as well as emotional problems for an employee. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് രണ്ട് തരത്തിലല്ലേ, ഫിനാൻഷ്യലി നമുക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിയുമ്പോഴെന്താണ് ഫിനാൻഷ്യലി അവർ ബർഡൻ ആണ്, അതല്ലേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അത് മാത്രമല്ല അവര് അല്ലെ മാനസികമായിട്ടും പിരിമുറുക്കങ്ങൾ വരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവർക്ക് ഏതൊരു എംപ്ലോയിക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നത് അല്ലെ. അവർക്ക് കുറച്ച് പ്രോബ്ലംസ് പരിഹരിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് കൃത്യമായ വേതനം കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവേഴ്സ് ഒക്കെ കൂട്ടി കൊടുക്കുന്നുണ്ടാവാം, മറ്റേതെങ്കിലും അല്ലെ ഏതെങ്കിലുമൊക്കെ കുറെ മാറ്റേഴ്സ് ഉണ്ടാവുമ്പോൾ അവർക്ക് ഫിനാൻഷ്യലി മെന്റലി അല്ലെ അവർക്ക് സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ ദ ബെറ്റർ ഓപ്ഷൻ ഫോർ ഹിം is to join a trade union which can take an appropriate action against the management of the concerned company. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഓരോ പേഴ്സണും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് ആകുക അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കമ്പനി മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. Threatening or actually going on a strike is an effective method that may lead the management to agree with the employee conditions and put consent to it. ഓക്കെ, നമുക്കറിയാം ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലെ, ഇവര് ഇൻ കേസ് ഒരു സ്ട്രൈക്ക് ഒക്കെ എഫക്റ്റീവ് ആയിട്ട് പക്ഷെ എല്ലാവരും ഒന്നിച്ച് നിന്നൊക്കെ വന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് ഒറ്റയ്ക്കല്ല അവർ വരുത്തുന്നത് അല്ലെ. അപ്പൊ ഒന്നിച്ച് നിന്ന് വരുത്തുമ്പോൾ മാനേജ്മെന്റിനൊക്കെ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ പറയുന്ന കുറെ അഗ്രിമെന്റുകളൊക്കെ അവര് സാങ്ഷൻ ചെയ്യാന്ന് വരുത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് നമുക്കറിയാം ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ അല്ലെ. അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വിലപേശി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി കിട്ടും അല്ലെ. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും എംപ്ലോയീസ് ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സ് ആകുന്നത്. പ്രധാനപ്പെട്ട കാര്യല്ലേ ആണോ? ശരിയാ. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമുക്ക് അല്ലെ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് മെമ്പർഷിപ്പ് എടുക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ നേതൃത്വത്തിൽ നിന്ന് അല്ലെ ഒന്നിച്ച് നിന്ന് പൊരുതുമ്പോഴൊക്കെ നമ്മുടേതായിട്ടുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. നെക്സ്റ്റ് നോക്കുമ്പോ ഓക്കെ അല്ലെ, ഫസ്റ്റ് പോയിന്റ് വലിയൊരു പാരഗ്രാഫ് ആണ് എങ്കിലും ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നോക്കാം. മിനിമൽ ഡിസ്ക്രിമിനേഷൻ. എന്താണ് മിനിമൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ? കുറഞ്ഞ വിവേചനം അല്ലെ. എന്താണ് മിനിമൽ ഡിസ്ക്രിമിനേഷൻ നോക്കാം. പ്രൊമോഷൻ ഡിസിഷൻ, ട്രാൻസ്ഫർ ഡിസിഷൻ, സാലറി ഡിറ്റർമിനേഷൻ എക്സെട്ര ആർ സച്ച് ഡിസിഷൻസ് വിച്ച് ആർ entirely depend on the personal perceptive feelings, opinion or understanding of the manager. ചിലപ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ അല്ലെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്, ചിലവരോട് മാത്രം ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാറുണ്ടാവോ? ഒരു വിവേചനം കാണിക്കാറുണ്ടാവോ? ആവാൻ സാധ്യതകളുണ്ട് അല്ലെ. ചിലർക്ക് മാത്രം പ്രൊമോഷൻ അനുവദിക്കുക, ചിലർക്ക് മാത്രം ട്രാൻസ്ഫർ ഓർഡർ ഒക്കെ കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം സാലറി ഒക്കെ കൂട്ടി കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും അല്ലെ. ചിലർക്ക് ലീവ് അനുവദിക്കുക, ചിലർക്ക് നൈറ്റ് ഡ്യൂട്ടി അനുവദിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ മാനേജ്മെന്റ് കുറച്ചു പേരോട് മാത്രം വിവേചനപൂർവ്വം കാണിക്കുന്നുണ്ട് അല്ലെ. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ധാരണയുടെയും ഫീലിങ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ ഒപ്പീനിയൻ, അതായത് മാനേജ്മെന്റിന്റെ ഒപ്പീനിയനിൽ മാനേജ്മെന്റിന്റെ ആശയത്തിൽ വീക്ഷണത്തിൽ മാത്രം ചിലർക്ക് മാത്രം ചില കാര്യങ്ങൾ അനുകൂലമായിട്ട് ചെയ്യാം അല്ലെ. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. Hence, superior subordinative relationship may play a crucial role in it. നമുക്കറിയാം അവിടെ ഒരു അല്ലെ സുപ്പീരിയർ സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ മേലധികാരികളും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം അല്ലെ, അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നിർണായക പങ്കാണ് അവിടെ വഹിക്കുന്നത്.
ചിലരിലെ മാത്രം ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അല്ലെ, ചിലരെ കൊണ്ട് എപ്പോഴും ഡ്യൂട്ടി ചെയ്യിപ്പിക്കും, ചിലർക്ക് എപ്പോ എന്ത് ചെയ്താലും പ്രോബ്ലംസ് ആയിരിക്കും. അതേസമയം ചിലരെ പ്രോബ്ലംസ് എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, അവരോട് നല്ല മര്യാദയോട് കൂടിയിട്ട് അത് ഡീൽ ചെയ്യും. അത് ചില പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെ സീനിയേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം തിരിച്ചറിയാൻ കഴിവുള്ള വ്യക്തികളും ഉണ്ടാവും അല്ലെ, അതൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ള വ്യക്തികൾക്കറിയാം അത് നേരിട്ട് അവർക്ക് ബാർഗൈൻ ചെയ്ത് നേടിയെടുക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ലേ. ദ ചാൻസ് ഓഫ് എന്താണ് partially and basis may also crop up in such a situation. The role of a trade union become very important as they can force the management to frame the personal policies in order to ensure party among the workers. നമുക്കറിയാം എന്താണ് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അല്ലെ, ചിലവരോട് മാത്രം വിവേചനം ചെയ്ത് ചിലർക്ക് മാത്രം അനുകൂല നടപടികൾ സ്വീകരിക്കുമ്പോൾ അപ്പോഴും നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അല്ലെ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് ഒന്ന് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് അല്ലെ, പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അല്ലെ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് ആവുമ്പോൾ അവരുടെ ഫോഴ്സ് കൊണ്ട് തന്നെ മാനേജ്മെന്റിന് കൃത്യമായിട്ട് ഒരു പദ്ധതികൾ അല്ലെ പേഴ്സണൽ പോളിസികൾ നയങ്ങളൊക്കെ രൂപീകരിക്കാം. ഈ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് കൊണ്ട് അവിടെയുള്ള എംപ്ലോയീസിനോട് വ്യാപൃതിക്കാൻ അല്ലെ അവരോടൊക്കെ പെരുമാറാനായിട്ട് സാധിക്കാതെ വരും. Then also the decision related to labors taken by the local management are closely monitored by the labor unions. നമുക്കറിയാം ഇങ്ങനെ വരുമ്പോഴേ ലേബർ യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അവര് ക്ലോസ്ലി അല്ലെ അവര് എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻ കേസ് ഒരു പ്രൊമോഷനോ ഡിമോഷനോ ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം യൂണിയനും കൂടി കൺസേൺ അല്ലെ അവരുടെയും കൂടി സാന്നിധ്യത്തോട് കൂടിയിട്ടാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അധികാരം മാനേജ്മെന്റിന് കിട്ടുന്നുള്ളൂ അല്ലെ. അവിടെ യൂണിയൻ ഉണ്ടെങ്കിൽ അവര് എന്താണ് അവിടെ അസംതൃപ്തി അവിടെ യൂണിയൻ നേതാക്കളെ തെറ്റിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്താൽ പ്രോബ്ലംസ് ഉണ്ടാവും എന്നതുകൊണ്ട് തന്നെ അവരുടെയും കൂടി അറിവോട് കൂടിയിട്ടായിരിക്കും മിക്ക തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത്. സോ എന്താണ് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന അല്ലെ ആ ഒരു പരിപാടിയൊക്കെ നിർത്തലാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. All this can reduce the scope of partiality and basis in the organization. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കുറച്ചുകൊണ്ട് വരാൻ അല്ലെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ആ ഒരു രീതിയൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അവരുടെ സാലറി കാര്യങ്ങളിൽ അവർക്ക് തൃപ്തിയാവുന്നു. ഇൻ കേസ് അതേമാതിരി തന്നെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ അത് ഒഴിവാക്കാനായിട്ടും യൂണിയനെ കൊണ്ട് സാധിക്കുന്നു അല്ലെ. യൂണിയൻ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, എല്ലാവരും ഒരേപോലെ വർദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം നമുക്കറിയാം എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും യൂണിയന്റെ അറിവോട് കൂടിയിട്ടൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്പെഷ്യൽ അല്ലെ ചിലരോട് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് യൂണിയൻ നേതാക്കളും മുൻകൈ എടുത്ത് വരും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം, സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അല്ലെ സുരക്ഷിതത്വം, അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വം അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ കൃത്യമായിട്ട് ലഭ്യമാകണം. നമുക്ക് എന്താണെന്നുള്ളത് ആഫ്റ്റർ ജോയിനിങ് എ ട്രേഡ് യൂണിയൻ employee is secured and this is the main factor behind the employees joining trade union. കാരണം നമുക്ക് സുരക്ഷിതത്വം അല്ലെ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെയും കൂടി നേതൃത്വത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും
അല്ലെങ്കിൽ നമ്മളോട് മാത്രം സ്പെഷ്യൽ ആയിട്ട് മാനേജ്മെന്റ് ഒന്നും പ്രത്യേകമായിട്ട് ഒരുപാട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ സുരക്ഷിതത്വം അല്ലെ അതിനും പ്രധാനമായിട്ടുള്ള ഫീലിങ്സ് ഉളവാക്കുന്നതും ഈ ട്രേഡ് യൂണിയന്റെ മധ്യസ്ഥത്തിലാണ്. നോക്കാം. ദ ഫീൽ പ്രൊട്ടക്റ്റഡ് ഫ്രം സെവറൽ വർക്ക് പ്ലേസ് ഹസാർഡ്സ് as well as the issue related to salary and other benefits. Example, injury, workplace accident, sickness, etc. Okay, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥകളാണ് എങ്കിലും അല്ലെ എന്തെങ്കിലുമൊക്കെ അപകടകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ തരണം ചെയ്ത് പോകേണ്ട ഒരു ഡ്യൂട്ടിയൊക്കെയാണ് എങ്കിൽ അല്ലെ അസുഖങ്ങൾ വരാം ആക്സിഡന്റുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അവരെ അത് മാത്രമല്ല അതിപ്പോ ഇൻ കേസ് അങ്ങനെയൊക്കെ നമുക്കറിയാം ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാലറി ഒക്കെ കൃത്യമായിട്ട് കിട്ടുമോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിലും തീർച്ചയായിട്ടും ഓക്കെ അവരെ കൺസിഡർ ചെയ്യാതെ അവർക്ക് അല്ലെ ഈ മാസം ഇപ്പോ അവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു അവിടെ അല്ലെങ്കിൽ ഇൻ കേസ് ആ ഒരു ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. ഓക്കെ അവര് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സാലറി ഒന്നും കൊടുക്കാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കുമോ? എംപ്ലോയിനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ സാധിക്കുമോ? കാരണം പ്രോബ്ലം സംഭവിച്ചത് അവിടെ വെച്ചാണ് അല്ലെ ആ ഒരു ഓർഗനൈസേഷനിൽ വെച്ചാണ്. എന്നിട്ടും അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാലറി ഒന്നും ഇല്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അല്ലെ അവിടെയുള്ള തൊഴിലാളികൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം വന്നില്ല എങ്കിൽ അവര് ജീവനക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാലറി അവർക്ക് അനുവദനീയമാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ നിന്ന് സംഭവിച്ചതാണ് ആ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സാലറി മസ്റ്റായിട്ടും അർഹതപ്പെട്ടതാണ്. ഇൻ കേസ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ അവർക്ക് ലഭ്യമാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സെക്യൂരിറ്റി അല്ലെ തൊഴിൽ സുരക്ഷ അത് ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നു. ഇൻ കേസ് ഏതെങ്കിലും സംഭവം ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻ ഓൾസോ ഫോഴ്സ് ദ മാനേജ്മെന്റ് ടു ഇൻവെസ്റ്റ് ഇൻ എംപ്ലോയി വെൽഫെയർ സർവീസസ് സച്ച് ആസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഹെൽത്ത് ഇൻഷുറൻസ് എക്സെട്ര. ഓക്കെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഫോമൊക്കെ ആണെങ്കിൽ കേസ് അല്ലാതെ തന്നെ നമുക്കറിയാം എല്ലാവിധ ഫേമുകളിലൊക്കെ ഇൻഷുറൻസ് പോളിസികളൊക്കെ മസ്റ്റായിട്ട് എടുക്കണമെന്ന് അല്ലെ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ അവരെ ഫോഴ്സ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ തൊഴിലുടമ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പെൻഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസുകളൊക്കെ പങ്കാളികളാക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് എംപ്ലോയീസിന് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അല്ലെ റിട്ടയർമെന്റിന് ശേഷം അല്ലെ അതിനാവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് സ്വരൂപണത്തിനും കൂടിയുള്ള ഒരു സുരക്ഷ അല്ലെ അതും കൂടി ഉറപ്പാക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ്. ഓക്കെയാണോ? വർക്ക് പ്ലേസ് ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ആ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെ അങ്ങനെയുണ്ടെങ്കിൽ വർക്ക് പ്ലേസ് ആക്സിഡന്റ്സുകൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസുകളൊക്കെ അവർക്കൊരു സുരക്ഷ ഉറപ്പാക്കുന്നതും ട്രേഡ് യൂണിയന് മധ്യസ്ഥം വഹിക്കാനായിട്ട് സാധിക്കുമെന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രേഡ് യൂണിയൻ ഒന്നും ഇല്ല അല്ല അങ്ങനെയുള്ള ഒരു മെമ്പർഷിപ്പ് ഒന്നും ഇല്ല എങ്കിൽ എംപ്ലോയീസിന് എന്തെങ്കിലും സംഭവിച്ച ചിലപ്പോൾ എങ്കിലും എംപ്ലോയർ മൈൻഡ് ചെയ്തില്ല എങ്കിലും അതിനെ അല്ലെ മുന്നിട്ട് വരാനായിട്ട് ആരും ഉണ്ടാവണമെന്നില്ല അല്ലെ. അതേസമയം ഇതിൽ മെമ്പർഷിപ്പ് ഉണ്ടായെങ്കിലും അവരെ വ്യക്തമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊന്നും അനുവദിച്ചില്ല എങ്കിൽ കൃത്യമായിട്ട് യൂണിയൻ ഇടപെട്ട് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭ്യമാക്കും. ഓക്കെ നെക്സ്റ്റ് നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. ഓക്കെ ഈ ഒരു പോയിന്റ് നോക്കാം. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇഫ് ദ എംപ്ലോയി ജോയിൻ ട്രേഡ് യൂണിയൻ they can actively take part in the management of those matters which are related to their well-being and interest. Okay, നമുക്കറിയാം എപ്പോഴും അല്ലെ അവിടെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനായിട്ട് എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. ഇൻ കേസ് യൂണിയനിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ സജീവമായിട്ട് പങ്കാളിയാണെങ്കിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആഗ്രഹങ്ങൾ അല്ലെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് യൂണിയൻ ഉണ്ടാവും എന്നുള്ള ഒരു കൺസിഡറേഷന്റെ ബേസിലാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് അവര് കൂടുതൽ പങ്കാളിയാവും എന്നുള്ള കാര്യം. ഇൻ ദിസ് വേ ദേ ക്യാൻ ഓൾസോ ഇമ്പാക്ട് ദ decision which are taken by the management through active bargaining between the management and trade union. ഓക്കെ നമുക്കറിയാം അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും അല്ലെ ഇൻ കേസ് എന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ ചിലപ്പോൾ സുരക്ഷിതമായിട്ടുള്ള
ഒരു അല്ലെ ട്രാവലിങ്ങോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം സാലറി മാത്രമല്ല അല്ലാത്ത രീതിയിലുള്ള മറ്റേതെങ്കിലും സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിൽ നിന്ന് നേടിയെടുക്കണമെങ്കിൽ അല്ലെ അവർക്ക് ആക്റ്റീവായിട്ട് ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? യൂണിയൻ നേതാക്കളാണ്. ഓക്കെ, അപ്പൊ അവര് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴെന്താണ് അവർ ആക്റ്റീവായിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും അല്ലെ, എന്താണ് പ്രോബ്ലം, നിങ്ങൾക്ക് കൃത്യം സമയത്ത് എന്തുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നില്ല, അപ്പൊ ഒരു ട്രാവലിംഗ് സർവീസ് അവൈലബിൾ ആക്കണം അല്ലെ, നമ്മുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ തീർച്ചയായിട്ടും യൂണിയൻ നേതാക്കളെ അറിയിക്കുന്നു. ദെൻ യൂണിയൻ നേതാക്കളും മാനേജ്മെന്റിനെ അറിയിച്ച് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇൻ ദിസ് വേ ദേ ക്യാൻ ഓൾസോ ഇമ്പാക്ട് ദ ഡിസിഷൻ വിച്ച് ആർ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ത്രൂ ആക്റ്റീവ് ബാർഗൈൻ അല്ലെ. അവര് ചോദിച്ച് അല്ലെ, അവര് മാനേജ്മെന്റ് ആയിട്ട് ചോദിച്ചു നിന്നുകൊണ്ട് അത് തന്നെയാണ് ആ ട്രേഡ് യൂണിയൻ വഴി ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഒരു പങ്കാളിത്തം അല്ലെ, അവർക്ക് ഒരു പങ്കാളിയാവാനായിട്ടുള്ള സാധ്യതകളും അർപ്പിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ദേ ക്യാൻ ഓൾസോ ഇമ്പാക്ട് ദ ഡിസിഷൻ അല്ലെ. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം മാനേജ്മെന്റ് സ്വമേധയെ കുറെ കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തോട് കൂടിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ കൂടി ട്രേഡ് യൂണിയൻ കണ്ടറിഞ്ഞ് മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും അല്ലെ. ചിലപ്പോഴെങ്കിലും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന് ഒരു സാന്നിധ്യം വേണം അല്ലെ, ചിലപ്പോ ചില ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് they can also impact the decision which are taken by the management through collective bargaining with the management. കേസ് നമുക്കറിയാം യൂണിയൻ നേതാക്കളോടൊപ്പം തന്നെ അല്ലെ, യൂണിയൻ നേതാക്കള് എന്താണ് മാനേജ്മെന്റിനോട് ബാർഗൈൻ ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിലെല്ലാം പങ്കാളിയാക്കാനായിട്ട് എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തും. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ അല്ലെ, അത് എന്താണ് യൂണിയൻ നേതാക്കളുടെ ഇടപെടൽ കൊണ്ട് തന്നെ സാധ്യമാക്കി കൊടുക്കുകയാണ്. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും കേസ് ഇവരുടെ പ്രോബ്ലംസുകൾ, ഇവരുടെ ആവശ്യങ്ങൾ, ഇൻട്രസ്റ്റുകളെല്ലാം മാനേജ്മെന്റിനെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെ, മാനേജ്മെന്റിന്റെ ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഉള്ള എംപ്ലോയീസിനെ പങ്കാളിയാക്കാനുള്ള അവസരങ്ങളും സൃഷ്ടിക്കുന്നത് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. ഓക്കെ, ഒരു 4 പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ട്രേഡ് യൂണിയനിൽ മെമ്പേഴ്സ് ആകുന്നതിന്റെ കാര്യങ്ങൾ സ്വമേധയാണ് മെമ്പേഴ്സ് ആകുന്നത്. ചില കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെമ്പേഴ്സ് ആകുന്നത് അല്ലെ. ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനായിട്ട് പറ്റാത്തത് കൊണ്ടും അതേസമയം കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പ് എടുക്കുന്നത്. ആണ്, ശരിയാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതെ, ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വിരിച്ചു പോകുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് വായിച്ച് വിട്ടേക്കണം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.